നമസ്കാരം. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പാകിസ്ഥാന്റെ ആക്രമണ ശ്രമത്തിന് ഇന്ത്യയുടെ തിരിച്ചടി. ലാഹോറിലെ പ്രതിരോധ സംവിധാനം തകർത്തു. നിരവധി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് സൈനിക കേന്ദ്രങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന് കനത്ത പ്രഹരം. സുപ്രീം കമാൻഡർ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടത് കാണ്ഡഹാർ വിമാന റാഞ്ചിലെ മുഖ്യ സൂത്രധാരൻ. പാകിസ്ഥാനിൽ ലാഹോറിലും കറാച്ചിയിലും അടക്കം 5 ഇടങ്ങളിൽ സ്ഫോടനം. ലാഹോറിൽ സ്ഫോടനം, ബോൾട്ടൺ എയർഫീൽഡിന് സമീപം അടക്കം 3 ഇടങ്ങളിൽ. വ്യോമപാത അടച്ച് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂരിൽ വധിച്ചത് 100 ഭീകരരെ എന്ന് കേന്ദ്ര സർക്കാർ. പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ സർവകക്ഷി യോഗത്തിൽ. ഭീകരതയ്ക്ക് എതിരെ രാജ്യം ഒറ്റക്കെട്ടെന്ന യോഗത്തിൽ നേതാക്കൾ. സൈന്യത്തിന്റെ എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷം. പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ കേരളത്തിലെത്തിയതായി NIA. സജാദ് ദുൽ കേരളത്തിൽ പഠിച്ചത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ്. തിരിച്ചെത്തി കശ്മീരിൽ ആരംഭിച്ച ലാബ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചെന്നും ആക്രമണത്തിന് പിന്നിൽ TRF തലവൻ ഷെയ്ഖ് സജാദ് ഗുൾ എന്ന് NIA റിപ്പോർട്ട്. NIAയുടെ കണ്ടെത്തൽ. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിൽ 2ാം റൗണ്ടിലും തീരുമാനമായില്ല. സിസ്റ്റീൻ ചാപ്പലിൽ നിന്ന് വീണ്ടും കറുത്ത പുക ഉയർന്നു. കോൺക്ലേവ് തുടരും. സുധാകരനെ പിന്തുണച്ച് വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ. സുധാകരൻ തുടരണമെന്ന് ആവശ്യം. യുദ്ധം ജയിച്ച് മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കരുതെന്നും പോസ്റ്റിൽ. പോസ്റ്റർ കാസർഗോഡും കണ്ണൂരിലും തൊടുപുഴയിലും. മൂന്നാറിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റത് നാലത്തണ്ണി കല്ലാർ സ്വദേശി ഷൈനിക്ക്. ആക്രമണം ജോലിക്ക് പോകുന്നതിനിടെ മുഖത്തിന് സാരമായി പരിക്കേറ്റ ഷൈനി ചികിത്സയിൽ.